നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം തീർന്നതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യഘട്ടമായി സർവേ ഫലങ്ങൾ പുറത്തുവിട്ടത് ടൈംസ് നൗ, ETG, AVP, സി വോട്ടർ സർവേകളുമാണ്. AVP സർവേ പ്രകാരം ഇന്ത്യ സഖ്യം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിനു പുറമെ 2 സീറ്റുകളും നേടുമെന്നാണ് പറയുന്നത്. അതേസമയം ടൈംസ് നൗ ETGയുടെ എക്സിറ്റ് പോൾ പ്രകാരം തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ AVP സർവേ അനുസരിച്ച് LDF 0 സീറ്റുകളിലേക്ക് പോകുമ്പോൾ 17 മുതൽ 19 സീറ്റ് വരെ UPIക്ക് കിട്ടുമെന്നാണ് വ്യക്തമാകുന്നത്. ടൈംസ് നൗ ETG പുറത്തുവിട്ട എക്സിറ്റ് പോൾ അനുസരിച്ച് കോൺഗ്രസിന് 15 സീറ്റും LDFന് 4 സീറ്റും കിട്ടുമെന്നും പറയുന്നു. എന്നാൽ ബാക്കി വരുന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും BJP 3 സീറ്റ് വരെയാണ് പറയപ്പെടുന്നത്. അനന്തപുരിയിൽ ഇക്കുറി താമര വിരിയാൻ സാധ്യത ഏറെയാണെന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. NDA പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. സിറ്റിംഗ് MP ശശി തരൂരുമായി കടുത്ത മത്സരമാണ് കേന്ദ്രമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചത്. ഈ മത്സരം ജനവിധിയിലും പ്രതിഫലിക്കുമെന്ന തെളിവുകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾസ് ഫലങ്ങളിലാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ സാധ്യതയ്ക്ക് ഇക്കുറി മങ്ങലേൽക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. തരൂർ വിജയിക്കുകയാണെങ്കിലും നേരിയ വിജയം മാത്രമായിരിക്കുമെന്നാണ് എക്സിറ്റ് പോളിൽ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ NDA 3 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടാകുമെന്നും പ്രവചനം പറയപ്പെടുന്നു. 2009 മുതൽ തുടർച്ചയായി 3 തവണ തിരുവനന്തപുരം മണ്ഡലത്തിലെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച് ശശി തരൂർ മണ്ഡലത്തിന് വേണ്ടി കാര്യമായ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന വികാരം ഇക്കുറി ശക്തമായിരുന്നു. എതിരാളിയായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറെ കൂടി BJP രംഗത്തിറക്കിയതോടെ മത്സരം മുറുകുകയായിരുന്നു. പന്ന്യൻ രവീന്ദ്രനായിരുന്നു LDFന് വേണ്ടി മത്സരിച്ചത്. പ്രചരണ സമയത്ത് ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖറിന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. തീരദേശ മേഖല ഉൾപ്പെടെ സിറ്റിംഗ് MPമാർക്കെതിരായ ജനവികാരം പ്രകടമായിരുന്നു. 2014 2,97,806 വോട്ടുകളും 2019 4,16,131 വോട്ടുകളും നേടിയായിരുന്നു ശശി തരൂർ വിജയിച്ചത്. 2009 ആദ്യ തവണ വിജയിച്ചപ്പോൾ 3,26,725 വോട്ടുകളും നേടിയിരുന്നു. എന്നാൽ ഇങ്ങ് തൃശൂരിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ BJP A ക്ലാസ് മണ്ഡലമായി കരുതിയിരുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഭൂരിഭാഗം റിപ്പോർട്ടുകളിലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം പ്രവചിച്ചിരിക്കുകയാണ്. AVP സി വോട്ടർ സർവേ, ഇന്ത്യ ടുഡേ, ടൈംസ് നൗ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ AVP സർവേ അനുസരിച്ച് LDF 0 സീറ്റിലേക്ക് പോകുമ്പോൾ 17 മുതൽ 19 സീറ്റ് വരെ UPIക്ക് കിട്ടുമെന്നാണ് വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള സർവേകൾ LDF വലിയ തിരിച്ചടി നേരിടുമെന്നും വ്യക്തമാക്കുന്നു. 0 മുതൽ 3 സീറ്റുകൾ വരെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച ഇടത് ക്യാമ്പിൽ വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ BJPയുടെ വോട്ട് ശതമാനം 18% ഉയരുമെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്.